ഒരാളും സ്വയം സ്ഥാനാർത്ഥി ക്ഷമയേണ്ട കെ സുധാകരന് താക്കീതുമായി വി.ഡി. സതീശൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടിക എം.എൽ.എയും CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായ CC മുകുന്ദനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ 5 വർഷമായി പാർട്ടിയെ പ്രതിനിധീകരിച്ച നാട്ടിക നിയോജക മണ്ഡലം MLA ആയി പ്രവർത്തിക്കുന്ന CC മുകുന്ദൻ നിരന്തരമായി പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇത്തരം അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പലതവണ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് തിരുത്തൽ വരുത്താൻ പാർട്ടി ശ്രമിച്ചതാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും മാറ്റി. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം വന്ന ശേഷം പാർട്ടിക്കെതിരെ ഗുരുതരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് CC മുകുന്ദൻ പൊതുസമൂഹത്തിന് മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി നടപടി സ്വീകരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കെ സുധാകരൻ MPയുടെ നീക്കങ്ങൾക്ക് താക്കീതുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരാളും സ്വയം സ്ഥാനാർത്ഥി ചമയേണ്ടെന്നും മത്സരിക്കണോ വേണ്ടയോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലവർധനവും നിയന്ത്രണവും മൂലം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഹോട്ടൽ തട്ടുകട മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലാവുകയാണ്. IOC വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. സർക്കാർ ജീവനക്കാരുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്ന് ഹൈക്കോടതി. ഇതെല്ലാം ഭരണനിർവഹണത്തിന്റെ ഭാഗമാണെന്നും അതിനാൽ സന്ദേശങ്ങൾ അയക്കാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. DA സ്വകാര്യതയുടെ ലംഘനമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയായിരുന്നു. CMDRFിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും ഹൈക്കോടതി അനുമതി നൽകി. കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ കർണാടകയിൽ ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഒരു കൂട്ടം പ്രവാസികൾ. മകളുടെ പേരിൽ ഫ്ളാറ്റ് വാങ്ങിയ ശേഷം മറ്റ് താമസക്കാരുടെ അപ്പാർട്ട്മെന്റുകൾ കൂടി കയ്യേറിയെന്നാണ് ആരോപണം. KC വേണുഗോപാലിനും വി.ഡി. സതീശനും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഫ്ളാറ്റിന്റെ അവകാശം ഗുണ്ടായിസം ഉപയോഗിച്ച് ഷാനിമോൾ കൈക്കലാക്കി. പ്രവാസികളെ ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നുവെന്നും പ്രവാസികൾ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് നൽകുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ആളില്ലാത്ത CMPയുടെ CP ജോണിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സീറ്റ് CP ജോണിന് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണിതെന്നും അതിനാൽ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കരുതെന്നുമാണ് പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ അനുഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ തുടരണമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമാക്കണമെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ച ഹൈക്കോടതി. സർക്കാർ നൽകിയ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതികൾക്ക് നോട്ടീസ് അയച്ചത്. വിചാരണ കോടതിയുടെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 300 പേജുള്ള അപ്പീലാണ് സർക്കാർ സമർപ്പിച്ചത്. ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള അസ്വാസ്ഥ്യങ്ങൾക്കിടയിലും 2026 ഫിഫ ലോകകപ്പ് മാറ്റിവെക്കില്ലെന്ന് ഫിഫ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഹെയ്മോ ഷിർഗി. ലോകകപ്പ് എന്നത് മാറ്റിവെക്കാൻ കഴിയാത്തത്ര വലിയൊരു കായിക മാമാങ്കമാണെന്നും നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം തന്നെ ടൂർണമെന്റ് നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ ബി.ജെ.പി. നേതാവിന്റെ കൃഷിയിടത്തിൽ വൻതോതിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തിയതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ തർക്കം. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 29 കോൺഗ്രസ് എംഎൽഎമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ബി.ജെ.പി. കിസാൻ മോർച്ച നേതാവായ വിനായക് താമ്രക്കറിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.